എല്ലാവർക്കും സ്വാഗതം. ഒരു 3 കറിക്ക വെച്ച് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു തോരനുണ്ടാകും. ഒരു 3 കറിക്ക ചെറുതായിട്ട് തോരൊന്ന് ഉരിഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഇത് വെള്ളത്തിന് വളർത്തുന്നുണ്ട് മുക്കി വെക്കുക. അതിനുശേഷം ഒരു സവാള അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1/2 കപ്പ് തേങ്ങ തിരികിയത്, ഇഞ്ചി വെളുത്തുള്ളി ഓരോ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പം ഇത് ഇത്രയും റെഡിയാക്കി വെക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. പിന്നെ ഈ കായ് വെള്ളത്തിയിട്ടേക്കുന്ന കഴുകി നല്ലൊരു കഴുകി വൃത്തിയാക്കി ഈ പ്ലേറ്റിനകത്ത് തന്നെ ഇതേ മുളക് പൊടിയൊക്കെ വെച്ചിരിക്കുന്ന പ്ലേറ്റിനകത്ത് വെച്ചിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഇളക്കി തിരുമി നല്ലപോലെ യോജിപ്പിക്കും. ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് തിരുമി യോജിപ്പിക്കും. നല്ലപോലെ മിക്സാവും, കൈ കൊണ്ട് നല്ലപോലെ മിക്സാവും. അപ്പം നല്ലപോലെ മിക്സായി കഴിഞ്ഞാൽ നല്ലപോലെ യോജിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായി. പിന്നെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ കടുക്, 1 ഉണക്കമുളക്, കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, അങ്ങനെ കടുക് വറുക്കണം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് കടുക് ഒന്ന് പൊട്ടട്ടെ, നല്ലൊരു നിളക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക്. അതിനുശേഷം ഈ കായ മിക്സ് നമ്മൾ കൈ കൊണ്ട് ഇളക്കി വെച്ചേക്കുന്ന കായ മിക്സ് പാനകത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക, നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. 1 സ്പൂൺ ഉപ്പും കൂടെ ഇടണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം യോജിപ്പിക്കുക. പിന്നെ ഒരു 6 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട്, 6 സ്പൂണേ ഒഴിക്കാവൂ, അല്ലാതെ വെള്ളം ഒഴിക്കാതെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലാണ്, വളരെ ലോ ഫ്ലെയിമിൽ ഒന്ന് പിന്നെ ഇളക്കുക. പിന്നെ ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ ലിഡൊന്ന് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഒന്ന് ഇളക്കുക, മൊത്തത്തിൽ ഒന്ന് ഇളക്കുക. പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള കാത്തോരനായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.